നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യശ്രീ. നോക്കാം വാർത്തകൾ വിശദമായി. റമദാനിലെ പ്രത്യേക പ്രാർത്ഥനയായ തറാവീഖ് നമസ്കാരത്തിന് ആദ്യ ദിവസം തന്നെ ഹറം പള്ളികളിലെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ. ഹറം കാര്യവിഭാഗം ഷൈഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഉൾപ്പെടെയുള്ളവർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. സലാത്തുൽ ഖിയാമി അസാബകുമുല്ലാഹ് استو اعتدلوا الله أكبر അല്ലാഹു അക്ബർ. റമദാൻ ആരംഭിച്ചതോടെ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. റമദാൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെ രാത്രി ഹറം പള്ളികളിൽ നടന്ന തറാവീഹ് നമസ്കാരത്തിനെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. മക്കയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്, ഷെയ്ഖ് ബദർ അൽ തുർക്കി, ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ എന്നിവരും മദീനയിൽ ഷെയ്ഖ് അബ്ദുള്ള ബുഹൈജാൻ, ഷെയ്ഖ് മുഹമ്മദ് അൽ ബർഹജി എന്നിവരും പ്രത്യേക പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണമെന്നും ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ തിരക്ക് കൂട്ടുന്നത് ഒഴിവാക്കണമെന്നും ഇരു ഹറം കാര്യാലയ മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് മക്കയിലെ ഹറം പള്ളിയിൽ നടത്തിയ റമദാൻ സന്ദേശ പ്രഭാഷണത്തിൽ പറഞ്ഞു. روحية وإيمانية تقربنا إلى الله عز وجل ونرعى فيها حق الله وحقوق عباده. 10 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റുമാണ് ഇപ്പോൾ ഹറം പള്ളികളിൽ നമസ്കരിക്കുന്നത്. റമദാൻ അവസാനമാകുമ്പോഴേക്കും നേതൃത്വം നൽകുന്ന ഇമാമുമാർ നമസ്കാരത്തിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കും. റമദാൻ അവസാന 10 പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും. 27-ാം രാവിലും 29-ാം രാവിലും നടക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഹറം പള്ളികളിലെത്തുക. ജലീൽ കണമകലം, 24 ജിദ്ദ. റമദാൻ കാലം വന്നെത്തിയതോടെ സൗദിയിലെ വിപണികളും സജീവമായി. ഇഫ്താറുകൾ ഒരുക്കാൻ ആവശ്യമായ വിഭവങ്ങളും വിവിധ തരത്തിലും രുചിയിലുമുള്ള ഈത്തപ്പഴങ്ങളും തന്നെയാണ് വിപണിയിലെ മുഖ്യ ആകർഷണം. റമദാൻ കാലം വിരുന്നെത്തിയതോടെ വിപണികളും സജീവമായി കഴിഞ്ഞു. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ വസ്തുക്കളെല്ലാം ഗുണമേന്മയോടെ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റമദാൻ കാലം വന്നെത്തിയതോടെ പ്രവാസ ലോകത്തെ വിപണികളും കൂടുതൽ സജീവമായി. തിരക്കുകൾ ഒഴിവാക്കാനും ഗുണനിലവാരമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ നേരത്തെ വാങ്ങാനുമുള്ള തിരക്കായിരുന്നു എല്ലായിടത്തും. رمضان كريم انا على طول باجي في رمضان لولو بصراحه كل حاجته كويسه جدا وكل عام وانتم بخير. ആയിട്ടുള്ള പർച്ചേസിന് വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസിനും നല്ല ഓഫറുകളും ഉണ്ട്. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. റമദാൻ്റെ പർച്ചേസിന് വന്നേക്കാണ്. പർച്ചേസിന് നല്ല ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നാൽ എല്ലാം ഒന്നിച്ച് ഒരേ സ്ഥലത്ത് എല്ലാം ഒന്നിച്ച് കിട്ടും. അതൊരു നല്ലൊരു ബെനിഫിറ്റാണ് നമുക്ക്. റമദാൻ കരീം അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും നന്നായി ഓഫറുണ്ട്. നമ്മുടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തോളം നമ്മളിവിടെ കോബാലാണ് താമസം. മറ്റുള്ള സമയത്ത് അപേക്ഷിച്ച് നോമ്പിന് നല്ല ഓഫറാണ് കണ്ടത്. വിപണികളിൽ പുത്തനുണർവ് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയോടെ സൗദിയിലെ മാളുകളും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളും എല്ലാം ദിവസങ്ങൾക്ക് മുമ്പേ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കമാനങ്ങൾ ഒരുക്കിയും മാളുകൾ ദീപാലങ്കൃതമാക്കിയും ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയുമെല്ലാം വിപണികൾ വർണ്ണശോഭയിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. നോമ്പുതുറക്കുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കായിരുന്നു മാളുകളിലെല്ലാം. വ്യത്യസ്ത രുചിയിലുള്ള വിവിധയിനം ഈത്തപ്പഴങ്ങൾ തന്നെയാണ് ഈ വർഷത്തെ മുഖ്യ ആകർഷണം. സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്, റീസണബിൾ പ്രൈസാണ്, നല്ല ഓഫറുണ്ട്. ഞങ്ങൾ എല്ലാ ആഴ്ചയും ലുലുവിൽ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ റംസാൻ്റെ ഓഫർ പ്രമാണിച്ച് ഇറങ്ങിയതാണ്. സ്പെഷ്യൽ ഓഫേഴ്സ് ഒരുപാടുണ്ട്. എല്ലാവരും കൂടുതൽ ഇവിടെ തന്നെയാണ് വരുന്നത്. മീൻ, ഫിഷ്, ചിക്കൻ എല്ലാ ഐറ്റംസിനും നല്ല ഓഫറുണ്ട്. നോമ്പിൻ്റെ പർച്ചേസിനായി വന്നതാണ് ഇന്ന്. നല്ല ഓഫർ പ്രൈസാണ് ഇവിടെ, ഫുള്ള് ഓഫറിൽ കിട്ടുന്നുണ്ട്. ഇത് ഓറഞ്ച് തന്നെ കണ്ടാൽ മതി, 3 റിയാൽ സംതിങ് ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല ഓഫർ പ്രൈസിന് തന്നെ ഉണ്ട്. ഫ്രൂട്ട്സുകളും പഴങ്ങളും മത്സ്യങ്ങളും മാംസങ്ങളും എല്ലാം വാങ്ങാനുള്ള തിരക്കായിരുന്നു മിക്ക സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും. മറ്റുള്ളവർക്ക് സമ്മാനിക്കാനുള്ള റമദാൻ സ്പെഷ്യൽ ബോക്സും ഗിഫ്റ്റ് വൗച്ചറുകളും എല്ലാം തയ്യാറായി. ഇഫ്താറുകളെ രുചികരമാക്കാൻ കടൽ കടന്നെത്തിയ പച്ചക്കറികളും വിപണികൾ കൈയടക്കി കഴിഞ്ഞു. സുബൈറുദ്ദീൻ, 24 ദമാം. റമദാൻ വിപണികളൊക്കെ തന്നെ സജീവമായിരിക്കെ മറ്റൊരു റിപ്പോർട്ടിലേക്ക്.
പുണ്യമാസത്തെ വരവേറ്റ് റമദാൻ പലഹാര വിഭവങ്ങളുടെ വൈവിധ്യമൊരുക്കി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. 70-ലധികം വ്യത്യസ്ത റമദാൻ സ്നാക്സുകളെ പരിചയപ്പെടുത്തുന്ന സ്നാക്സ് കൗണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സുബൈർ ഉദിനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റമദാൻ കാലമെത്തിയതോടെ അപ്പത്തരങ്ങളുടെ സ്റ്റാളുകളും സജീവമായി തുടങ്ങി. നോമ്പുതുറക്ക് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ് വിഭവസമൃദ്ധമായ അപ്പത്തരങ്ങൾ. അങ്ങനെ ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു അപ്പത്തര സ്റ്റാളിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടെ വിപുലസമൃദ്ധമായ രീതിയിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ റമദാനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത്. 35ഓളം വെറൈറ്റി നമ്മൾ മലബാർ സ്നാക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഏകദേശം 10-30 വെറൈറ്റി നമ്മൾ അറബിക് സ്നാക്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഏകദേശം 70-75 വെറൈറ്റി സ്നാക്സ് മാത്രമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട് ലുലുവിൽ എല്ലാവർക്കും വേണ്ടി. സാധാരണ എന്ന് പറഞ്ഞാൽ റമദാൻ തുടങ്ങി ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്റ്റാളുകളൊക്കെ ഒന്ന് സജീവമായി തുടങ്ങുക. ഇതെനിക്ക് തോന്നുന്നു റമദാൻ 1 മുതൽ തന്നെ ഏറെ സജീവമായി എനിക്കൊന്ന് ഒത്തിരി പലഹാരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ആദ്യമേ തൊട്ട് നമ്മൾ അവെയർ ആക്കിയാണ് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കാം, ഇലാഞ്ചി, ചട്ടിപ്പത്തിരി, ഉന്നക്കായ, അങ്ങനെ ഒരുപാട് മലബാർ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സുകൾ നമ്മൾ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ മലബാർ വിഭവങ്ങൾ തേടിയെത്തുന്ന മലയാളികളുടെ എണ്ണം ചെറുതല്ല അല്ലേ? ഒത്തിരി ആൾക്കാർ ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈവൻ മലയാളികൾ മാത്രമല്ല, ഈ വിഭവങ്ങൾ എല്ലാ നോർത്ത് ഇന്ത്യക്കാരായാലും നമ്മുടെ അറബിക് കസ്റ്റമേഴ്സ് ആയാലും അറബികൾക്ക് ഇവിടെയുള്ള സൗദികൾക്കടക്കം ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ് ഈ സമൂസ എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഈ മധുരം അടങ്ങിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. സമോസയിൽ പല വെറൈറ്റി, നമ്മുടെ ചീസ് സമോസ, ചിക്കൻ സമോസ, മട്ടൺ സമോസ, അങ്ങനെ പല വിഭവങ്ങൾ, സമോസകൾ, സ്പ്രിംഗ് റോളുകൾ, പിന്നെ നമ്മുടെ കിബ്ബ എന്ന് പറയുന്ന അവരുടെ ഒരു ട്രഡീഷണൽ പലഹാരമാണ്. അതെല്ലാം നമ്മൾ ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ റമദാൻ 1 ഇന്നിപ്പം ഉച്ചയ്ക്ക് എത്ര മണിക്ക് ഇവിടെ തുടങ്ങി? നമ്മൾ 2 മണി മുതൽ ഏകദേശം ഇത് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഈ സ്റ്റോൾ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വിഭവങ്ങളെല്ലാം എന്താ പറയാ, ഒരു മലബാറിന്റെ അസൽ രുചി അല്ലേ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്പെസിഫിക്കലി മലബാർ കസ്റ്റമേഴ്സിനെ എയിം ചെയ്തുകൊണ്ട് മലബാറിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ട്രഡീഷണൽ ടേസ്റ്റിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സ്വദേശികൾക്കും അല്ലേ അവരുടേതായ സ്വാദ് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ നമ്മൾ ലൈവ് കൗണ്ടറുകൾ ചെയ്യുന്നുണ്ട്. അവർക്കായിട്ടുള്ള അവരുടെ ലുക്കീമത്ത്, ബലാഷാം, അങ്ങനെയുള്ള അറബിക് സ്വീറ്റ്സുകൾ നമ്മൾ ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇതിന്റെ നിരക്കും ചെറിയ റേറ്റ് ആയിരിക്കും. റേറ്റ് ഒക്കെ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന റേറ്റിലാണ് നമ്മളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. റേറ്റ് എല്ലാം നമ്മൾ ലുലുവിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ എല്ലാ ഇപ്പോൾ ഈ റമദാൻ പ്രമാണിച്ച് എല്ലാ റേറ്റുകളും വളരെ മീഡിയോക്കർ റേറ്റ്സ് തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 റിയാൽ 3 റിയാലിന് കൂടുതലുള്ള പലഹാരങ്ങളൊന്നും തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. എല്ലാം ആ റേഞ്ചിലാണ്. ഇനി ലുലുവിലേക്ക് എത്തുന്ന ഉപഭോക്താക്കൾക്ക് തിരിച്ചു പോകുമ്പോൾ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളും കൂടി നിങ്ങളുടെ കൂടെ കരുതാം. വിഭവസമൃദ്ധമായ പലഹാരങ്ങൾ കൊണ്ട് സമൃദ്ധമാവട്ടെ നോമ്പ് തുറ നേരങ്ങൾ. സുബൈറുദ്ദീനോ, 24 ദമാം. പുണ്യമാസത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടാൽ തുടർ ഇടപെടൽ നടത്തുമെന്ന് SYS പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അസ്ഹരി. വധശിക്ഷ റദ്ദാക്കിയതോടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലക്ഷ്യം കഴിഞ്ഞെന്നും ഹക്കീം അസ്ഹരി. മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചതായും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വിഷയം ചർച്ചയായതായി അബ്ദുൽ ഹക്കീം അസ്ഹരി വ്യക്തമാക്കുന്നു. നിമിഷപ്രിയയുടെ മോചനം എന്നുണ്ടാകുമെന്നതിൽ വ്യക്തതയില്ലെന്നിരിക്കെ തങ്ങളുടെ ദൗത്യം അവസാനിച്ചതായാണ് അബ്ദുൽ ഹക്കീം അസ്ഹരി വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയ വിഷയത്തിൽ ചെറിയ ദൗത്യമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടേത്. നിമിഷപ്രിയയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. വധശിക്ഷ റദ്ദാക്കിയതോടെ ആ ദൗത്യം കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാൽ തുടർന്നും ഇടപെടൽ നടത്തും. ഉസ്താദിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദിയത്ത് സ്വീകരിച്ചുകൊണ്ടോ സ്വീകരിക്കാതെയോ അഫ്വ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വലിയൊരു കാഴ്ചപ്പാടിനെ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടുകൂടി അത് അവസാനിച്ചു എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ഡിപ്ലോമാറ്റിക് കാര്യങ്ങളാണ്. ഇനി അത്തരൊരു വിഷയത്തിൽ സഹായം ആവശ്യമാണെങ്കിൽ അത് ചെയ്യാൻ സന്നദ്ധമാണ്, ആവശ്യമായി വന്നാൽ എന്നും പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചതായും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. വധശിക്ഷ ഒഴിവായെങ്കിലും നിമിഷപ്രിയ ഇപ്പോഴും യമനിലെ സനാ ജയിലിലാണ്.
24 ദുബായ്. റമദാൻ എത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളിൽ തടവുകാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആരംഭിച്ചു. 4000-ലധികം പേർക്കാണ് UAE-യിൽ ആകെ ഇന്ന് മോചനം ലഭിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ജയിൽ മോചനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പൊറുക്കലിന്റെയും വിട്ടുവീഴ്ച ചെയ്യലിന്റെയും ദിനങ്ങളാണ് റമദാനിലേത്. ഗൾഫ് രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്നവർക്ക് റമദാനിൽ പൊതുമാപ്പ് നൽകാറുണ്ട്. ഇത്തവണ ആകെ 4177 പേർക്കാണ് റമദാൻ 1 തന്നെ ജയിൽ മോചിതരാകാൻ കഴിഞ്ഞത്. ഇതിൽ 1440 പേർക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് മാപ്പ് നൽകിയത്. ഇവരുടെ പിഴത്തുക അദ്ദേഹം കെട്ടിവെക്കും. പുതിയ ജീവിതം തുടങ്ങാനും കുടുംബവുമൊത്ത് കഴിയാനും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. ജയിലിൽ കഴിയുന്ന 1856 പേരെ മോചിപ്പിക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ഉത്തരവിട്ടു. അജ്മാൻ ഭരണാധികാരിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ നുഐമി 134 തടവുകാരെ മോചിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. 738 പേർക്ക് പൊതുമാപ്പ് നൽകി ജയിലിന് പുറത്തെത്തിക്കാൻ ഷാർജ ഭരണാധികാരി സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയും നിർദ്ദേശിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ തടവുകാർക്ക് മാപ്പ് നൽകാനാണ് സാധ്യത. ആഴ്ചകൾക്ക് മുൻപ് UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച 900-ലധികം ഇന്ത്യക്കാരെ UAE ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു. 24 ദുബായ്. റമദാനിലെ ആദ്യ ദിനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ മക്കയിലെ ഹറം പള്ളിയിൽ നോമ്പുതുറയ്ക്കായി ഒത്തുചേർന്നു. സാഹോദര്യത്തിന്റെ വലിയ സന്ദേശം വിളിച്ചോതി ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമത്തിനാണ് വിശുദ്ധ ഭൂമി സാക്ഷ്യം വഹിച്ചത്. റമദാൻ അവസാനം വരെ ഈ സംഗമം നീണ്ടു നിൽക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആദ്യത്തെ നോമ്പ് തുറക്കാനായി മക്കയിലെ ഹറം പള്ളിയിലെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. ഹറം പള്ളിക്കകത്തും പുറത്തെ മുറ്റങ്ങളിലുമായി ഒരുക്കിയ കിലോമീറ്ററുകളോളം നീളുന്ന ഇഫ്താർ സുപ്രകളിൽ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നു. വ്യക്തികളും സ്ഥാപനങ്ങളും വിവിധ ചാരിറ്റി സംഘടനകളും വിപുലമായ സജ്ജീകരണങ്ങളാണ് നോമ്പുകാർക്കായി ഒരുക്കിയിരുന്നത്. സംസം വെള്ളവും ഈത്തപ്പഴവും പ്രധാന വിഭവങ്ങളായപ്പോൾ അറബിക് ഗഹ്വ, ചായ, റൊട്ടി, തൈര്, ജ്യൂസുകൾ എന്നിവയും വിതരണം ചെയ്തു. വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഉള്ളവനും ഇല്ലാത്തവനും ഒരേ സുപ്രയിൽ ഒരേ വിഭവങ്ങൾ പങ്കിട്ട് കഴിക്കുന്ന വിസ്മയ കാഴ്ച. മഗ്രിബ് വാങ്ങി വിളിച്ച് മിനിറ്റുകൾക്കുള്ളിൽ നോമ്പുതുറ പൂർത്തിയാക്കി വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കുചേർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ തൊഴിലാളികളും ചേർന്ന് പള്ളിയും പരിസരവും വൃത്തിയാക്കിയതും ശ്രദ്ധേയമായി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമമായാണ് മക്ക ഹറം പള്ളിയിലെ ഇഫ്താർ വിരുന്ന് കണക്കാക്കപ്പെടുന്നത്. റമദാൻ അവസാനിക്കുന്നതുവരെ തുടരുന്ന ഈ മഹത്തായ വിരുന്നിൽ വിഭവങ്ങൾ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അധികൃതരിൽ നിന്ന് മുൻകൂട്ടി പെർമിറ്റ് എടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് കസ്റ്റംസും ചേർന്ന് സമൂഹ വിവാഹം സംഘടിപ്പിച്ചു. 127 പേരാണ് വിവാഹിതരായത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലായിരുന്നു സമൂഹ വിവാഹം. GDRFA ദുബായിൽ നിന്ന് 87 പേരും ദുബായ് കസ്റ്റംസിൽ നിന്ന് 34 പേരും പോർട്സ്, കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺ കോർപ്പറേഷനിൽ നിന്ന് 6 ജീവനക്കാരുമാണ് സമൂഹ വിവാഹത്തിന്റെ ഭാഗമായത്. സമൂഹത്തിന്റെ നന്മയ്ക്കും കുടുംബസ്ഥിരതയ്ക്കും വഴിതെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് കസ്റ്റംസും ചേർന്ന 12ാം തവണയും സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമായിരുന്നു മുഖ്യാതിഥി. കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയാണെന്നും യുവജനങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ ഇത്തരത്തിലുള്ള സമൂഹ വിവാഹങ്ങൾ സഹായകരമാണെന്നും ഷെയ്ഖ് മൻസൂർ അഭിപ്രായപ്പെട്ടു. UAE ഇയർ ഓഫ് ദ ഫാമിലിയും സോഷ്യൽ അജണ്ട 33യും ലക്ഷ്യമിടുന്ന കുടുംബ സൗഹൃദവും സാമൂഹിക ഐക്യവും വർദ്ധിപ്പിക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ ഉപകാരപ്രദമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സയ്യിദ് ബിൻ അഹമ്മദ് ഖലീഫ അൽ മഖ്തൂം, GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, ദുബായ് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുള്ള ബുസനാട് എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. 24 ദുബായ്. പുണ്യ റമദാനിനെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി ഹൈപ്പർ അൽ വഫ. ഉപയോക്താക്കൾക്കായി റമദാൻ റിവാർഡ്സ് എന്ന പേരിൽ ആകർഷകമായ ഓഫറുകളാണ് ഇത്തവണ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്രതകാലത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% വരെ വിലക്കുറവ് ലഭ്യമാകുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പരിശുദ്ധ റമദാൻ മാസത്തിൽ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദിയിലെ ഹൈപ്പർ അൽ വഫ റമദാൻ റിവാർഡ്സ് ഒരുക്കിയിരിക്കുന്നത്. റമദാൻ 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രൊമോഷനിലൂടെ നിത്യോപയോഗ സാധനങ്ങൾക്കും ഫ്രഷ് ഫുഡ്, ബുച്ചറി, ഇലക്ട്രോണിക്സ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും വൻ വിലക്കുറവ് ലഭ്യമാകും. ഓരോ ദിവസവും അത്യാവശ്യമായി വേണ്ട ഉൽപ്പന്നങ്ങൾ പകുതി വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത. മറ്റുള്ളവർക്ക് റമദാൻ സമ്മാനമായി നൽകാവുന്ന രീതിയിൽ 50 റിയാൽ മുതൽ 500 റിയാൽ വരെയുള്ള ഗിഫ്റ്റ് കാർഡുകളും അൽവഫ സ്റ്റോറുകളിൽ ലഭ്യമാണ്. സൗദി അറേബ്യയിലെ ഏത് അൽവഫ ബ്രാഞ്ചുകളിൽ നിന്നും ഈ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. കൂടാതെ ഇഫ്താർ കിറ്റുകൾ, റമദാൻ കോംബോ പാക്കുകൾ തുടങ്ങി ഒട്ടനവധി പ്രത്യേക പ്രൊമോഷനുകളും റമദാനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചീഫ് പ്രൊക്യൂർമെന്റ് ഹെഡ് അബ്ദുൽ നാസർ, ചീഫ് മാർക്കറ്റിംഗ് ഹെഡ് ഫഹദ് മേയോൺ, ക്ലസ്റ്റർ മാനേജർ റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തങ്ങളെ എന്നും പിന്തുണക്കുന്ന ഉപഭോക്താക്കൾക്ക് റമദാൻ മാസത്തിൽ ഏറ്റവും മികച്ച സേവനം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. 24 റിയാദ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സൗദി അറേബ്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മക്വ ജനറൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. KMCC അന്നം തരുന്ന രാജ്യത്തിന് ജീവരക്തം സമ്മാനം എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ രക്തദാനത്തിന്റെ ഭാഗമായി. മരത്തിനു മുകളിൽ കുടുങ്ങിയ പൂച്ചക്കുട്ടിക്ക് തുണയായി മലയാളികൾ. വടകര സ്വദേശി വൈഷ്ണവും ഇരിട്ടി സ്വദേശി സുനിയത്തും ചേർന്നാണ് പൂച്ചയെ രക്ഷപ്പെടുത്തിയത്. ദുബായിലെ അൽ കിസയിലായിരുന്നു സംഭവം. സമയം രാത്രി 11 കഴിഞ്ഞു. സ്ഥലം അൽ കിസൈസ്. ലിയോ സ്റ്റുഡിയോയിലെ ജീവനക്കാരായ വൈഷ്ണവും സുനിതയും കടയും പൂട്ടി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് പാർക്കിനടുത്ത ഒരു മരത്തിൽ നിന്ന് നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുന്നത്. അടുത്തെത്തിയപ്പോൾ സംഗതി പിടികിട്ടി. ഒരു പൂച്ച മരത്തിന് മുകളിൽ കുടുങ്ങിയിരിക്കുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ടും പൂച്ചക്കുട്ടിക്ക് താഴേക്കിറങ്ങാനാകുന്നില്ല. പൂച്ചക്കുട്ടിയെ താഴേക്ക് ചാടിക്കാനുള്ള ഇവരുടെ ശ്രമങ്ങളും പാളി. മരത്തിന് മുകളിൽ നിന്ന് താഴെ വീണാൽ പൂച്ചക്കുട്ടിക്ക് അപകടം പറ്റിയേക്കാം. പിന്നെ കാത്തുനിന്നില്ല. വൈഷ്ണവ് മരത്തിന് മുകളിലേക്ക് കയറി പൂച്ചക്കുട്ടിയുമായി താഴേക്കിറങ്ങി. പരിക്കുകളുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ഭക്ഷണം നൽകി. എപ്പോഴും ആളനക്കമുള്ള ഭക്ഷണം ആവശ്യം പോലെ കിട്ടുന്ന പ്രദേശത്ത് പൂച്ചക്കുട്ടിയാക്കിയാണ് ഇരുവരും മടങ്ങിയത്. 24 ദുബായ്. കുവൈറ്റിലെ മലയാളികളുടെ മനം നിറച്ച KDNA മലബാർ മഹോത്സവം. പിന്നണി ഗായിക മഞ്ജരിയുടെ ലൈവ് കൺസേർട്ടായിരുന്നു പരിപാടികളിലെ മുഖ്യ ആകർഷണം. കോഴിക്കോട് ജില്ലാ NRI അസോസിയേഷൻ കുവൈറ്റ് സംഘടിപ്പിച്ച മലബാർ മഹോത്സവം വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഗ്രൗണ്ടിൽ കോഴിക്കോട്ടങ്ങാടി എന്ന് നാമകരണം ചെയ്ത വേദിയിൽ അരങ്ങേറിയ പരിപാടി ചലച്ചിത്ര താരം ഹരീഷ് പേരടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ സ്നേഹവും സംസ്കാരത്തിന്റെ മാധുര്യവും കുവൈറ്റിന്റെ മണ്ണിൽ വീണ്ടും അനുഭവിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. KDNA പ്രസിഡന്റ് സന്തോഷ് പുനത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് അലീം സേഡ് സുലൈമാൻ, അൽമുല്ല എക്സ്ചേഞ്ച് സെയിൽസ് മാനേജർ ഫിലിപ്പ് ജോൺ, MA ഹൈത്തർ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ ഹിദായത്തുള്ള, ടാർഗറ്റ് ഇന്റർനാഷണൽ CEO PS കൃഷ്ണൻ, മാംഗോ ഹൈപ്പർ മാനേജർ മുഹമ്മദ് അലി, അഡ്വൈസറി ബോർഡ് മെമ്പർ കൃഷ്ണൻ കടലുണ്ടി, വനിതാ വിഭാഗം പ്രസിഡന്റ് ലീന റഹ്മാൻ എന്നിവർ സംസാരിച്ചു. അസീഫ് കാപ്പാട്, ജെസി ജോയ്സൺ എന്നിവരുടെ മ്യൂസിക് ഷോ, ലബനീസ് ഡാൻസ് ഗ്രൂപ്പ് ടീം അവതരിപ്പിച്ച അറബിക് ലയാലി നൃത്തങ്ങൾ, ജാസ് ഡാൻസ് സ്റ്റുഡിയോ അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിന്റെ ദൃശ്യാവിഷ്കാരം, റാഫി കല്ലായ്, സമീർ വെള്ളയിൽ, അയാൻ മാത്തൂർ എന്നിവർ അവതരിപ്പിച്ച ഗസൽ സന്ധ്യ, KDNA കലാകാരികൾ അവതരിപ്പിച്ച വിവിധ നൃത്തങ്ങൾ, ഒപ്പന തുടങ്ങിയ പരിപാടികൾക്കൊപ്പം പ്രധാന ആകർഷണമായി പിന്നണി ഗായിക മഞ്ജരിയുടെ ബാൻഡിന്റെ ലൈവ് മ്യൂസിക്കൽ കൺസേർട്ട് അരങ്ങേറി.
ജനറൽ സെക്രട്ടറി ശ്യാം പ്രസാദ് സ്വാഗതവും ട്രഷറർ മൻസൂർ ആലക്കൽ നന്ദിയും പറഞ്ഞു. അഡ്വൈസറി ബോർഡ് മെമ്പർ സുരേഷ് മാത്തൂരിന്റെ നേതൃത്വത്തിൽ KDNA സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ്, മലബാർ മഹോത്സവം സ്വാഗത സംഘം അംഗങ്ങൾ തുടങ്ങിയവർ ഏകോപനം നിർവഹിച്ചു. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. ഓസ്ട്രേലിയയിലെ പെർത്തിനെ ഞെട്ടിച്ച ഹില്ലറീസ് ബോട്ട് ഹാർബറിൽ വൻ സ്ഫോടനവും തീപിടുത്തവും. നിരവധി ബോട്ടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. വിശദാംശങ്ങളുമായി പെർത്തിൽ നിന്നും ജിന്നു ജെറാൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പെർത്തിലെ പ്രശസ്തമായ ഹിലറീസ് ബോട്ട് ഹാർബറിനെ പ്രകമ്പനം കൊള്ളിച്ച് ദുരൂഹമായ ഒരു സ്ഫോടന ശബ്ദം കേൾക്കുകയും സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഹാർബറിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളിലേക്ക് തീ ആളിപ്പടരുകയും ചെയ്തു. മിനിറ്റുകൾക്കകം തീ അതിവേഗം വ്യാപിക്കുകയും ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ കറുത്ത പുക പ്രദേശമാകെ ആശങ്ക പരത്തുകയും ചെയ്തു. തീപിടുത്തത്തിന്റെ രൂക്ഷത കണക്കിലെടുത്ത് ഹാർബറിനോട് ചേർന്നുള്ള പ്രശസ്തമായ ബ്രേക്ക് വാട്ടർ റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കുകയും അതീവ ജാഗ്രതയോടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് അഗ്നിശമന സേനാംഗങ്ങൾ നേതൃത്വവും നൽകി. മണിക്കൂറുകളോളം നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. സംഭവം നടന്നയുടൻ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചുവെന്നും ആളഭയം സംഭവിച്ചതായി ഇതുവരെ റിപ്പോർട്ടുകളിൽ ഇല്ല എന്നതും ആശ്വാസകരമാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പെർത്ത് ബോട്ട് ഹാർബറിൽ നടന്ന ഈ ദാരുണമായ സംഭവം പ്രദേശവാസികൾക്കിടയിൽ വലിയ ഞെട്ടലും ആശങ്കയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ഫോടനത്തിന്റെയും തീപിടുത്തത്തിന്റെയും യഥാർത്ഥ കാരണം കണ്ടെത്താനും ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനും അധികൃതർ ഊർജിതമായ അന്വേഷണങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ചിന്നു ജെറാൾ. ഓസ്ട്രേലിയയിലെ ഏഗൻ സ്ക്വയറിൽ ബ്രസീലിയൻ സാമ്പാ പരിപാടികൾ അരങ്ങേറി. കാണികൾക്ക് ബ്രസീലിയൻ സംസ്കാരത്തിന്റെ വേറിട്ടൊരു അനുഭവം സമ്മാനിച്ച പരിപാടികളാണ് അരങ്ങേറിയത്. ഡെവലപ്മെന്റ് W അവതരിപ്പിക്കുന്ന ഫ്രഞ്ച് വേൾഡ് ആഘോഷങ്ങളുടെ ഭാഗമായി ഏഗൻ സ്ക്വയറിൽ സാമ്പ താളങ്ങളുടെ ആവേശം നിറയുന്നു. Tonight, the Sambanistas, Banda Ziragadum, and all the lights welcome you to clap, dance, and sing along to our samba rhythms. ബ്രസീലിയൻ കാർണിവലിന്റെ ആവേശവും താളവും ഏഗൻ സ്ക്വയറിലെ ആംഫി തിയേറ്ററിലേക്ക് എത്തിച്ച് സാമ്പ ഡി ആമോർ അരങ്ങേറി. സാമ്പ ഡി ആമോർ എന്ന സൗജന്യ പരിപാടിയിലൂടെ സാമ്പ ഡ്രമ്മിങ്ങിന്റെയും നൃത്തത്തിന്റെയും ഊർജ്ജസ്വലമായ ലോകത്തേക്കാണ് കാണികൾ എത്തിയത്. ബ്രസീലിന്റെ ദേശീയ പ്രതീകമായി കണക്കാക്കുന്ന സാമ്പ ഡാൻസ് 19-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. അടിമ വ്യാപാരം നിർത്തലാക്കിയതോടെ അങ്കോളയിൽ നിന്നും കോങ്കോയിൽ നിന്നുമുള്ള അടിമകളാണ് കരിമ്പിൻ തോട്ടത്തിലും മറ്റും വൃത്തരൂപത്തിലുള്ള സാമ്പ നൃത്തത്തിന്റെ ആദ്യരൂപം കളിച്ചിരുന്നത്. ആരംഭ കാലഘട്ടങ്ങളിൽ ഇത് പാവപ്പെട്ടവരുടെ ഇടയിലുള്ള ഒരു നൃത്തരൂപമായാണ് കണക്കാക്കിയിരുന്നത്. പോർച്ചുഗീസ്, യൂറോപ്യൻ നൃത്തരൂപങ്ങളുടെ സ്വാധീനവും കാലക്രമേണ സാമ്പയിൽ ഉൾച്ചേർന്നു. അധികം വൈകാതെ ബ്രസീലിൽ മുഴുവൻ ഇതിന് പ്രചാരം ലഭിക്കുകയും ബ്രസീലിന്റെ ദേശീയ നൃത്തമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഓൾ ദി ലൈറ്റ്സ് ഗ്രൂപ്പിന്റെ ജിംനാസ്റ്റിക് ശൈലിയിലുള്ള പ്രകടനങ്ങളും തിളങ്ങുന്ന പ്രോപ്പുകളും പരിപാടിക്ക് മാറ്റുകൂട്ടി. 35 വർഷത്തെ ചരിത്രമുള്ള സാമ്പനിസ്റ്റാറ്റ് സംഘടിപ്പിച്ച ഈ പരിപാടി ഫ്രഞ്ച് വേൾഡ് ഫെസ്റ്റിവലിന്റെ അവസാന വാരാന്ത്യത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലിജ ചാക്കോ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കുവൈറ്റിൽ പ്രവാസി മലയാളി അന്തരിച്ചു. ആലപ്പുഴ ശ്രീമംഗലം സ്വദേശി ജയകുമാറാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ജോലി ചെയ്യുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുഴഞ്ഞു വീണായിരുന്നു മരണം. 30 വർഷത്തിലേറെയായി കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനം നൽകണമെന്ന് ഓർമ്മിപ്പിച്ച് മാനവശേഷി മന്ത്രാലയം. 50-ൽ കൂടുതൽ തൊഴിലാളികളുള്ള കമ്പനികൾ സ്വദേശികൾക്ക് പരിശീലനം നൽകണമെന്നാണ് നിർദ്ദേശം. ആകെ ജീവനക്കാരുടെ 2% പേർക്ക് ഓരോ വർഷവും പരിശീലനം നൽകേണ്ടതാണ്. 2 മാസം മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ട്രെയിനിംഗ് പ്രോഗ്രാമുകളാണ് നടപ്പിലാക്കേണ്ടത്. ഇതിനായി മന്ത്രാലയത്തിന്റെ ഗിവ പോർട്ടൽ വഴി കരാറുകൾ ഒപ്പിടണം. ഉദ്യോഗാർത്ഥികളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാനും തൊഴിൽ വിപണിക്ക് അനുയോജ്യമായി മാറ്റാനുമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്.
സൗദി അറേബ്യയിൽ ഇനി പാഴ്സലുകൾ അതിവേഗം കൈകളിലെത്തും. ഷിപ്പിംഗ് കമ്പനികൾ പാഴ്സൽ ഡെലിവറിക്ക് 3 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കരുതെന്നാണ് പുതിയ നിർദ്ദേശം. പാഴ്സൽ പുറപ്പെട്ട 3 മണിക്കൂറിനുള്ളിൽ ഉപഭോക്താക്കളുടെ കൈകളിലെത്തണം. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുക്കാം. ഡെലിവറി കോഡ് നൽകുന്നത് ഇനി നിർബന്ധമാണ്. സേവന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ലൈസൻസ് വ്യവസ്ഥകളും അതോറിറ്റി പരിഷ്കരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ പരാതികൾ കുറയ്ക്കാനും ഈ നീക്കം സഹായിക്കും. സൗദി ബഹ്റൈൻ യാത്രയ്ക്കുള്ള കിങ് ഫഹദ് കോസ്വേയിൽ പുതുക്കിയ ടോൾ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. കാറുകൾക്കും ബൈക്കുകൾക്കും 35 റിയാലാണ് പുതിയ നിരക്ക്. നേരത്തെ ഇത് 25 റിയാലായിരുന്നു. ചെറിയ ബസ്സുകൾക്ക് 55 റിയാലും വലിയ ബസ്സുകൾക്ക് 70 റിയാലുമാണ് നൽകേണ്ടത്. ട്രക്കുകൾക്ക് ഭാരത്തിനനുസരിച്ച് ടണ്ണിന് 7 റിയാൽ എന്ന നിരക്കിൽ തുക ഈടാക്കും. വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, സ്ഥിരം യാത്രികർ എന്നിവർക്ക് നിലവിലെ ഇളവുകൾ തുടരും. 10 വർഷത്തിന് ശേഷമാണ് കോസ്വേയിൽ നിരക്ക് വർധനയുണ്ടാകുന്നത്. പോലീസിനെതിരെ ആരോപണവുമായി സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ ഷംസു സൈബ മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കാനിരിക്കെ പോലീസ് വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്തു. തനിക്കെതിരെ നിർമ്മാതാവ് നൽകിയത് വ്യാജ പരാതിയെന്നും അഭിലാഷം സിനിമയുടെ സംവിധായകനായ ഷംസു സൈബ പറഞ്ഞു. ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു വിഷൻ പുറത്തുനിന്ന് ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എൻ്റെ ഫ്ലാറ്റിൽ കയറിയിട്ടാണ് ലോക്ക് പൊട്ടിച്ചിട്ട് ഫ്ലാറ്റിൽ കയറിയിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നീട് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് 24 മണിക്കൂറായിട്ട് സ്റ്റേഷനിലുണ്ട്. പോലീസുകാർ നല്ല സമീപനമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം എനിക്ക് അവരിൽ നിന്നൊക്കെ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലായത് അവർക്ക് അത്രയും ഒരു പ്രഷർ ഇവിടെ നിന്നും ഉണ്ടായിരുന്നു. എന്നെ ജാമ്യം എടുത്ത് ഞാൻ പുറത്തിറങ്ങുന്നത് ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു വിഷൻ പുറത്തുനിന്ന് ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.